വെൽക്കം. തെഹ്മനാണ് ഡ്രഗ്സ് ഫോർ ഡിസ്ലിപ്പിഡീമിയയിൽ. ഈ വീഡിയോ ഫൈബ്രേറ്റ്സ് വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ടാണ്. ഫൈബ്രേറ്റ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാറ്റിൻസിനെ കുറിച്ചിട്ടാണ്. സ്റ്റാറ്റിൻസ് വിഭാഗം മരുന്നുകൾ, അറ്റോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ, സിംവാസ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫിബ്രേറ്റ്സ് ഓർ ഫൈബ്രേറ്റ്സ് രണ്ടായാലും ഫിബ്രിക് ആസിഡ് ഓർ ഫൈബ്രിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ് മരുന്ന്. ആൻഡ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ ഫൈബ്രേറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ജെം ഫൈബ്രോസിൽ ആണ് ഒരു മരുന്ന്. ഫെനോഫൈബ്രേറ്റ് ആണ് പ്രധാനപ്പെട്ട ഒരു മരുന്ന്. ദെൻ ബെസാഫൈബ്രേറ്റ് ഉണ്ട്, സിപ്രോഫിബ്രേറ്റ് ഉണ്ട്. ദെൻ ഇതല്ലാതെ ക്ലിനോഫിബ്രേറ്റ്, പെമാഫിബ്രേറ്റ്, സിംഫിബ്രേറ്റ് പോലുള്ളവ പല രാജ്യങ്ങളിലൊക്കെ ലഭ്യമാണ്. ദെൻ കോളിൻ, ഫെനോഫിബ്രേറ്റ്, അങ്ങനെയൊക്കെ പല കോമ്പിനേഷൻസ് പോലെയുള്ള മരുന്നുകളും അവൈലബിൾ ആണ്. ഇതിലെ ഫസ്റ്റ് ജനറേഷൻ മരുന്ന് ക്ലോഫിബ്രേറ്റ് ആയിരുന്നു. ക്ലോഫിബ്രേറ്റ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, പല ദോഷഫലങ്ങൾ മൂലം നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ സ്റ്റാറ്റിൻസിൽ പറഞ്ഞത് അവ ഏറ്റവും കൂടുതൽ കുറയ്ക്കുക, സ്റ്റാറ്റിൻസ് ഏറ്റവും കൂടുതൽ കുറയ്ക്കുക LDL കൊളസ്ട്രോൾ ആണ് ഏറ്റവും കൂടുതൽ കുറയ്ക്കുക. അവ ട്രൈഗ്ലിസറൈഡും കുറയ്ക്കും. ആൻഡ് ഓൾസോ ദേ ക്യാൻ ഇൻക്രീസ് HDL. മൂന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങളെല്ലാം ഇതിനുണ്ട്. അപ്പോൾ പിന്നെ ഫൈബ്രേറ്റ്സിന്റെ റോൾ, പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്നുകളാണ് ട്രൈഗ്ലിസറൈഡ്സ് ഏറ്റവും അധികം കുറയ്ക്കുക. രക്തത്തിലെ 50% ട്രൈഗ്ലിസറൈഡ്സ് ഇതിന് കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് HDL ഒരു 20% ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ LDL കുറയ്ക്കുന്നതിൽ ഇത് പരാജയമാണ്. കാര്യമായിട്ടുള്ള സംഭാവനകളില്ല. എങ്കിലും കുറച്ച് മോഡസ്റ്റ് ഡിക്രീസ് മാത്രമേ ഉള്ളൂ. ഏറ്റവും കുറവ് ഫൈബ്രേറ്റ്സിനാണ്. കൊളസ്ട്രോൾ, ഡിസ്ലിപ്പിഡീമിയ ഡ്രഗുകൾ ഏറ്റവും കുറവ് ഫൈബ്രേറ്റ്സിനാണ്. അപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിനായിരിക്കും ട്രൈഗ്ലിസറൈഡുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആക്ഷൻ. ഏറ്റവും ബെസ്റ്റ് മരുന്നുകൾ അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കും എന്ന് പറയാം. മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് രണ്ട് രീതിയിലാണ്. ഒന്ന് ട്രൈഗ്ലിസറൈഡ് ആണ്, രണ്ട് കൊളസ്ട്രോൾ എസ്റ്റേഴ്സ്. അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട്, ട്രൈഗ്ലിസറൈഡ്. ഭക്ഷണത്തിൽ നിന്നുള്ള ഇപ്പോൾ ഇത് കുടലിലെത്തി കഴിഞ്ഞാൽ ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് എൻഡ്രോസൈറ്റ്സ് അല്ലെ, ഈ എൻഡ്രോസൈറ്റ്സിൽ ഇത് ഭക്ഷണത്തിൽ നിന്നുള്ള കൊഴുപ്പ് ആഗിരണം ചെയ്ത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് പാക്ക് ചെയ്യുന്നു, കൈലോ മൈക്രോൺസ് ആക്കി പാക്ക് ചെയ്യുന്നു. അപ്പോൾ ബ്ലഡിലേക്കല്ല പോവുക, ആദ്യം ലിംഫാറ്റിക്സിലാണ്, പിന്നീട് അത് ബ്ലഡിലേക്ക്. ഇങ്ങനെ കൈലോ മൈക്രോൺസ് ആയിട്ടാണ് എത്തുക. അപ്പോൾ ഇതേപോലെ കരളിൽ നിന്ന് ഇത് ലിവർ ആണെങ്കിൽ ലിവറിൽ നിന്ന് ഇതേപോലെ ട്രൈഗ്ലിസറൈഡ്സ് പാക്ക് ചെയ്യുന്നതാണ് VLDL എന്ന് പറയും. കരളിൽ നിന്ന് VLDLും ഇവിടെ നിന്ന് കൈലോ മൈക്രോൺസും ആണ്. രണ്ടും ഇത് കരളിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ് VLDL, എന്നാലും അല്ലാതെയും വരാം. ഇപ്പൊ രണ്ടും എത്തുന്നത് നമ്മുടെ രക്തക്കുഴലുകളാണ്, ബ്ലഡ് വെസൽസിലാണ്. രക്തക്കുഴലുകളിൽ, പ്രധാനമായിട്ട് രക്തക്കുഴലുകളിൽ ഇവിടെയുള്ള സെൽസ് ആണ് എൻഡോത്തീലിയൽ സെൽസ്, ദെൻ ലിവറിനകത്തുള്ള സെൽസ്, ഹെപ്പാറ്റിക് സെൽസ്, ആൻഡ് ഓൾസോ മസിൽസ്, ഫാറ്റ്, ഇവിടെയൊക്കെ ഉള്ള സെൽസുകളിൽ ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിന്റെ പേര്, ഇതുണ്ടാക്കുന്ന എൻസൈം എൻഡോത്തീലിയൽ സെൽസ് ആണ് ഏറ്റവും അധികം ഉണ്ടാക്കുന്നത്. അതിന്റെ പേര് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എന്ന് പറയുന്ന ഒരു എൻസൈംസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ഇത് നമ്മുടെ ട്രൈഗ്ലിസറൈഡ് കൺവേർട്ട് ഇൻടു ഫ്രീ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ട്രൈഗ്ലിസറൈഡ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, ഇതാണ് ട്രൈഗ്ലിസറൈഡ്, ഇത് ഗ്ലിസറോൾ, ആൻഡ് ഇത് മൂന്നും ഫ്രീ ഫാറ്റി ആസിഡ്. അപ്പോൾ കൈലോമൈക്രോൺസിലെയും ഇതിനകത്തെയും ആൻഡ് VLDLനകത്തെയും ട്രൈഗ്ലിസറൈഡ് അളവ് കുറയില്ലേ? കുറയും. ട്രൈഗ്ലിസറൈഡ് അളവ് കുറയും. ഡിക്രീസ്ഡ് ട്രൈഗ്ലിസറൈഡ്. കൈലോമൈക്രോൺസിൽ നിന്ന് കുറയുമ്പോഴത്തേക്കും ഇവിടെ എത്തുന്ന ലിവറിലെത്തുന്ന കൈലോമൈക്രോണിന്റെ അളവ് റെമനൻസ് കുറയുമ്പോൾ VLDL അവിടെയും കുറയും. VLDL നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക? VLDL നിന്ന് IDL ഉണ്ടാകും, അതിൽ നിന്ന് LDL ഉണ്ടാകും. അപ്പോൾ VLDL കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതും കുറയും. ഈ മരുന്നുകൾ അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ, മരുന്നുകൾ ചെയ്യുക ഈ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസിനെ സെല്ലുകളിൽ നിന്ന് കൂടുതലായി ഉണ്ടാക്കലാണ് ഫൈബ്രേറ്റ്സ് എന്ന് പറയുന്ന മരുന്നുകൾ ചെയ്യുക. ഫൈബ്രേറ്റ്സ് ഇൻക്രീസസ് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ്. ഇതിന് ഈ സെൽ ഇതാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇത് സെല്ലിന്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ സാധാരണ രീതിയിൽ ഇതിനകത്ത് PPA എന്ന് പറയുന്ന സംഭവം, PPA ന്യൂക്ലിയസിനകത്ത് എന്ന സംഭവം വേണം. ഇതൊരു ജീൻ ട്രാൻസ്ക്രിപ്ഷൻ സംഭവം. ആൻഡ് ഇത് പ്രവർത്തിക്കാൻ PPAR ആൽഫ എന്ന് പറയുന്ന സംഭവമാണ്. PPAR മീൻസ് പെറോക്സിസോം. ഇത് പെറോക്സിസോം ആണ്. P for proliferator or proliferating. This is for activating. Peroxisome proliferator activating receptor alpha എന്നാണ് അതിന്റെ ഫുൾ പേര്. PPAR ആൽഫ. ഈ റിസപ്റ്ററിൽ പോയിട്ട് നമ്മുടെ മരുന്ന് അങ്ങ് പിടിക്കുകയാണ്. ഈ റിസപ്റ്ററിൽ പോയി മരുന്നങ്ങ് പിടിച്ചു കഴിഞ്ഞിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ആക്ടിവേറ്റ്സ് PPAR ആൽഫ. ഇൻക്രീസസ് ദ ആക്ഷൻ ഓഫ് PPAR ആൽഫ. PPAR ആൽഫ ബൈൻഡ് ചെയ്യണമെങ്കിൽ മരുന്ന് സെല്ലിനകത്ത് കയറണം. സെല്ലിനകത്താണ് ഇതിന്റെ റിസപ്റ്റർ. ദീസ് ആർ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് ആണ്. അവർ നമ്മളവയെ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. നമ്മുടെ മരുന്നുകൾ ഫൈബ്രേറ്റ്സ് ഈ റിസപ്റ്ററിൽ ഒട്ടിച്ചേർന്ന് റിസപ്റ്റർ ആഗോണിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഫൈബ്രേറ്റ്സ് ആർ PPAR ആൽഫ അഗോണിസ്റ്റ് മരുന്നുകളാണ് എന്ന് നമുക്ക്
പറയാം. സോ ഇതുവഴി ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ആക്ടിവേഷൻ ഉണ്ടാകുന്നു, ട്രൈഗ്ലിസറൈഡ് കുറയുന്നു, അത് ഫ്രീ ഫാറ്റി ആസിഡ് ആയിട്ട് മാറുന്നു. സോ അപ്പോൾ VLDL കുറയുന്നു. ഇനി ഈ PPAR ആൽഫ വഴി അമിതമായിട്ടുണ്ടാകുന്ന ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് അല്ലെങ്കിൽ നോർമലി ലിപ്പോപ്രോട്ടീൻ ലിപ്പേസിന്റെ പണി തടസ്സപ്പെടുത്തുന്ന ഒരാളുണ്ട്. അയാളുടെ പേരാണ് ApoC3 എന്നാണ് അതിനെ വിളിക്കുക. സോ PPAR ആൽഫ അഗോണിസ്റ്റുകൾ വഴി പ്രവർത്തിച്ച് ഇത് ആക്ടിവേറ്റ് ആകുമ്പോൾ, PPAR ആൽഫ ആക്ടിവേറ്റ് ആകുമ്പോൾ സാധാരണ രീതിയിൽ ഈ ApoC3 തടയുന്ന ApoC3യെ കൂടി അതിന്റെ ആക്ഷൻ പ്രവർത്തനം തടസ്സം. സോ ഇത് കുറയുമ്പോൾ ഇതിന്റെ ആക്ഷൻ വീണ്ടും വർദ്ധിക്കും, അല്ലെങ്കിൽ ഇതിന് തടസ്സമില്ലാതെ പ്രവർത്തിക്കാനായിട്ട് പറ്റും. സോ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന് നമുക്ക് പറയാം, തടസ്സങ്ങളില്ല. ഇനി കരളിൽ വെച്ചിട്ട്, ലിവറിൽ വെച്ചിട്ടാണെങ്കിൽ ഇത് ApoA1 എന്ന് പറയുന്ന, ApoA1 ഉണ്ട്, ApoA2 എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ആൻഡ് ഇത് HDLന്റെ പ്രിക്കേഴ്സേഴ്സ് ആണ്, HDLന്റെ പ്രിക്കേഴ്സേഴ്സ് ആണ്. സോ അപ്പോൾ ഇതിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ സാധാരണ രീതിയിൽ HDL അളവും വർദ്ധിക്കും. സോ ഇൻക്രീസസ് HDL. സോ മാത്രമല്ല കരളിൽ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ട്രൈഗ്ലിസറൈഡിനെ ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് മൂലം VLDL കുറയുകയും HDL വർധനയ്ക്കും സഹായിക്കുന്നുണ്ട്. സോ അപ്പോൾ സമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് ഒരു 50 to 60% കുറയ്ക്കും, VLDLന്റെ അളവ് കുറയ്ക്കും, HDL കുറച്ച് വർദ്ധിപ്പിക്കും, 20% എങ്കിലും വർദ്ധിപ്പിക്കും. VLDL കുറയുമ്പോൾ കുറച്ച് LDLും കുറയും. സോ LDLും കുറയുന്നുണ്ട്, പക്ഷെ ഇത് കാര്യമായിട്ട് കുറയുന്നില്ല എന്നുള്ളതാണ്. സോ ഇതാണ് ലിപ്പിഡ് പ്രൊഫൈലിൽ ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്ന ഈ കോളത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് വർദ്ധിച്ചാൽ എന്താണ് പ്രശ്നം? ഇൻക്രീസ് ഇൻ ട്രൈഗ്ലിസറൈഡ് ആയാൽ എന്താണ് പ്രശ്നം? ഇതും നമ്മുടെ LDL കൊളസ്ട്രോൾ പോലെ തന്നെ LDL കൂടിയാൽ ഉണ്ടാകുന്ന അതേ പ്രശ്നം അത്തീറോജനിക് ആണ്. സോ അത്തീറോസ്ക്ലീറോസ് ഉണ്ടാക്കാം. LDLന്റെ അത്രയും റിസ്ക് ഇല്ല, ഇതിന്റെ അത്രയും പ്രശ്നക്കാരനല്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും അത്തീറോസ്ക്ലീറോസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാർഡിയോവാസ്കുലാർ ഡിസീസസിന്റെ റിസ്ക് കൂടും, സ്ട്രോക്ക് ഉണ്ടാകാം, കാർഡിയൽ ഇൻഫാർഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ ട്രൈഗ്ലിസറൈഡ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പാൻക്രിയറ്റൈറ്റിസ്, അക്യൂട്ട് പാൻക്രിയറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ അപ്പോൾ അതിന്റെ റിസ്ക് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. സോ അപ്പോൾ ഇത് എവിടെ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രധാന ഉപയോഗം അപ്പോൾ ഇവിടെ തന്നെയാണ്. അമിതമായിട്ട് ട്രൈഗ്ലിസറൈഡ് ഉയർന്നിരിക്കുന്ന കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ജനിതകപരമായിട്ട് അബ്നോർമലായിട്ട് ട്രൈഗ്ലിസറൈഡ് ഉയരുന്നതാണ് ഫാമിലിയൽ ടൈപ്പ് 3 അതിനകത്ത് ഉയർന്നിരിക്കുകയാണ്. ഫാമിലിയൽ ഡിസ് ബീറ്റ ലിപ്പോപ്രോട്ടീനീമിയയിൽ ട്രൈഗ്ലിസറൈഡ്സ് ഭയങ്കരമായിട്ട് ഉയർന്നിരിക്കുന്ന അവസ്ഥയുണ്ട്. ദെൻ അല്ലാതെ ഇത് ജനിതകപരമാണ്. അല്ലാതെ അക്യൂട്ട് റീസൺസ് എന്ന് പറയുമ്പോൾ ഉദാഹരണം ഏറ്റവും പ്രധാനം ക്രോണിക് ആൽക്കഹോളിക്സിലാണ്. ആൽക്കഹോൾ മദ്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ട്രൈഗ്ലിസറൈഡ് ഭയങ്കരമായിട്ട് ഉയരും. ദെൻ പ്രമേഹ രോഗികളിൽ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാരിലും ഇത് ഉയർന്നിരിക്കും. ആൻഡ് മറ്റു പല കാരണങ്ങളാലൊക്കെ വരാം. ഉദാഹരണത്തിന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ വരാം കേട്ടോ. ഇനി HIV മരുന്നുകൾ ഉപയോഗിക്കുന്നു, ആന്റി റിട്രോവൈറൽ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതും ട്രൈഗ്ലിസറൈഡ് ഉയർത്താം. അങ്ങനെയുള്ള ഏത് കണ്ടീഷൻസിലും ട്രൈഗ്ലിസറൈഡ് ഉയർന്നിരിക്കുന്നതാണ് നമ്മൾ ഇത് വെച്ച് താത്താൻ ശ്രമിക്കുക. സോ എപ്പോൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ മിക്സഡ് എന്ന് പറയുമ്പോൾ LDLും ഉണ്ട് ട്രൈഗ്ലിസറൈഡും രണ്ടും ഉയർന്നിരിക്കുന്ന കണ്ടീഷൻസിൽ മിക്സഡ് ഹൈപ്പർ ലിപ്പിഡീമിയയിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ പ്രധാനമായി ട്രൈഗ്ലിസറൈഡ് മാത്രം ഉയർന്നിരിക്കുന്ന, ഉദാഹരണത്തിന് ഫാസ്റ്റിംഗ് ട്രൈഗ്ലിസറൈഡ് ലെവൽ സാധാരണ 150 mg/dL ആണ് നമുക്കറിയാം. അതിനേക്കാളൊക്കെ ഉയർന്ന 500, 1000 ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊക്കെ ഉയർന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഫൈബ്രേറ്റ്സ് ഉപയോഗിക്കാം. സോ ടൈപ്പ് 4, ടൈപ്പ് 5 VLDL, അതിനകത്ത് ടൈപ്പ് 4 ആൻഡ് 5 ഇതിനകത്ത് VLDL കൂടുന്നുണ്ട്. സോ അത് താഴ്ത്താനും നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. ഇനി പാൻക്രിയറ്റൈറ്റിസ് സാധ്യതയുള്ളവരിൽ അവരുടെ റിസ്ക് തടയാനായിട്ട് ട്രൈഗ്ലിസറൈഡും കൂടി ഉയർന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിസ്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് പാൻക്രിയറ്റൈറ്റിസ്. ഇനി ചിലപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കാനും ഇത് ഉപയോഗിക്കാം. പക്ഷേ യൂറിക് ആസിഡ് കുറയ്ക്കാൻ നമ്മൾ യൂറിക് ആസിഡിനുള്ള മരുന്നുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ അതല്ലാതെ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് യൂറിക് ആസിഡും കൂടി കൂടുതലാണെങ്കിൽ അതും കൂടി ഒന്ന് കുറയാനായിട്ട് ഈ മരുന്നുകൾ ഉപയോഗിച്ചേക്കും. സോ ഈ മരുന്നുകൾ ഒറ്റയ്ക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾസോ വിത്ത് സ്റ്റാറ്റിൻസിന് ഒപ്പം, സ്റ്റാറ്റിൻസ് എന്ന് പറയുമ്പോൾ അറ്റോർവാസ്റ്റാറ്റിനൊപ്പം വരുന്നുണ്ട്, റോസുവാസ്റ്റാറ്റിൻ അതിനൊക്കെ ഒപ്പം വരുന്നുണ്ട്. സോ ഇതിനൊക്കെ ഒപ്പം വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു F കണ്ടേക്കാം. F ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനോട് ഫൈബ്രേറ്റ്സ് കൂടിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിൽ സ്റ്റാറ്റിൻസിനൊപ്പം ഉപയോഗിക്കാൻ പാടില്ലാത്ത മരുന്നാണ് ജെംഫിബ്രോസിൽ എന്ന് പറയുന്ന മരുന്ന്. നമ്മൾ സ്റ്റാറ്റിൻസിന് ഒപ്പം കൊടുക്കാറില്ല എന്ന്. സോ നെവർ കമ്പൈൻ ജെംഫിബ്രോസിൽ
ഫൈബ്രോസിൽ വിത്ത് സ്റ്റാറ്റിൻസ്. കാരണം ബിക്കോസ് ഇൻക്രീസ് റിസ്ക് ഓഫ് മയോപ്പതി കൂടുതലായിട്ടുണ്ടാക്കാം. റാബ്ഡോമയോലൈസിസ് പോലെയുള്ള മസിൽ വേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കാം. അപ്പം അത് നമ്മൾ സാധാരണ ഏറ്റവും അധികം കമ്പൈൻ ചെയ്യുന്നത് ഫെനോഫിബ്രേറ്റ് എന്ന് പറയുന്ന മരുന്നാണ്. സ്റ്റാറ്റിൻസിനൊപ്പം ഏറ്റവും കൂടുതൽ ആൻഡ് ജംഫൈബ്രോസിൽ ഒരു 600 മില്ലിഗ്രാം 2 നേരം BD ഭക്ഷണത്തിന് മുമ്പാണ് ഉപയോഗിക്കുക. സോ വൃക്ക രോഗികളിൽ കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അളവ് കുറയ്ക്കേണ്ടി വരും ജംഫിബ്രോസിൽ. ദെൻ ഫെനോഫിബ്രേറ്റ് ഒരു 160-ന്റെ 145-ന്റെ 135-ന്റെ ചിലയിടത്ത് 200 മില്ലിഗ്രാം വരെയൊക്കെ വരുന്നുണ്ട്. സോ ഈ അളവിലൊക്കെയാണ് വരുന്നത്. ആൻഡ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം ഉള്ളത് ഫെനോഫിബ്രേറ്റ് ആണ്. ദെൻ അതാണ് ഏറ്റവും കൂടുതൽ LDL കുറയ്ക്കുന്നതും ഈ മരുന്നാണ്. ദെൻ യൂറിക് ആസിഡ് കുറയ്ക്കാനും നമ്മൾ ഈ മരുന്ന് ഏറ്റവും കൂടുതൽ ഫലമുള്ളത് ഫെനോഫിബ്രേറ്റിനാണെന്നാണ് പറയുന്നത്. ആൻഡ് വൃക്ക രോഗികളിൽ ചിലപ്പോൾ അളവ് കുറയ്ക്കേണ്ടി വരും. ആൻഡ് ദിവസം സാധാരണ രീതിയിൽ പരമാവധി 160 മില്ലിഗ്രാം ആണ്. 200-ന്റെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 200 ആയിരിക്കും പരമാവധി നമ്മൾ കഴിക്കുക. അതേയും ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയൊക്കെ ഈ മരുന്ന് കഴിക്കാം. സ്റ്റാറ്റിൻസിനൊപ്പം കഴിക്കുകയാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ഗുളികയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അറ്റോർവാസ്റ്റാറ്റിൻ ഫെനോഫിബ്രേറ്റ് ഒരു ഗുളികയാണെങ്കിൽ ഒരു നേരം ആ സമയത്ത് കഴിച്ചാൽ മതി. രണ്ടും 2 ഗുളികയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിൻസ് രാത്രി കഴിക്കാം. സ്റ്റാറ്റിൻസ് സാധാരണ രാത്രിയാണ് കഴിക്കുക, പകലും കഴിക്കാവുന്നുണ്ട്. ആൻഡ് ഈ മരുന്നപ്പോൾ രാവിലെ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പിലെ മരുന്നുകളെ പ്രയോജനപ്പെടുത്താം. ആൻഡ് വേറൊരു മരുന്ന് ബിസാഫൈബ്രേറ്റ് ആണ്. ബിസാഫൈബ്രേറ്റ് എന്ന് പറയുന്ന മരുന്ന് മയോപ്പതി ഏറ്റവും കുറവ് ഇതിനാണെന്നാണ് പറയാം. മയോപ്പതി കുറവ്, പേശിവേദനകൾ കുറവ് ഇതിനാണ് എന്ന് പറയുന്നു. പക്ഷേ 200 മില്ലിഗ്രാം 3 നേരം കഴിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ആൻഡ് ഫുഡിനൊപ്പം കഴിക്കാം, ഭക്ഷണത്തോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഫൈബ്രേറ്റ്സ് ഒക്കെ ആഗിരണം കൂടും എന്നാണ് പറയാം. ആൻഡ് ഈ ബെസാഫൈബ്രേറ്റിനൊപ്പം കീനോ ഡിയോക്സി കോളിക് ആസിഡും കൂടി ചേർത്തിട്ട് ഹെപ്പറ്റൈറ്റിസ്, ആന്റി ഹെപ്പറ്റൈറ്റിസ് C എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി വേറെ ചില രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അവിടെയൊക്കെ ഇങ്ങനെ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇനി ദോഷഫലങ്ങൾ നമുക്ക് പറയണം. സാധാരണ ദോഷഫലങ്ങൾ ഒന്ന് ഹെഡേക്ക് ആണ്, തലവേദന ഉണ്ടാകാം, നേസോഫാരിഞ്ചൈറ്റിസ് മൂക്കിലിപ്പ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ദെൻ ജോയിന്റ് പെയിൻ ഉണ്ടാകാം, ദെൻ റാഷസ് ഉണ്ടാകാം, ആർട്ടിക്കേറിയ അങ്ങനെയൊക്കെയുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ദെൻ ഇൻക്രീസ്ഡ് ലിവർ എൻസൈംസ് ഒക്കെ വർദ്ധിക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രധാന പ്രശ്നങ്ങൾ ഇതല്ല. ഒന്ന് മയോപ്പതി തന്നെയാണ്. മയോപ്പതി ഉണ്ടാക്കാമെന്നുള്ളതാണ്. സോ സ്റ്റാറ്റിൻസ് നമുക്ക് ഓൾറെഡി അറിയാം. സ്റ്റാറ്റിൻസ് ഓൾറെഡി മയോപ്പതി ഉണ്ടാക്കുന്ന മരുന്നാണ്. സോ സ്റ്റാറ്റിൻസിനൊപ്പം കൊടുക്കുമ്പോൾ സ്റ്റാറ്റിന്റെ മയോപ്പതി ഇത് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. സോ പേശിവേദനകൾ വളരെ കൂടുതലുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കാതിരിക്കുക, ഒഴിവാക്കുക. റാബ്ഡോമയോലൈസിസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. സോ അതാണ് മയോപ്പതി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കരളിൽ വെച്ചിട്ട് കൊളസ്ട്രോൾ 7 ആൽഫ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. സോ കൊളസ്ട്രോളിൽ നിന്ന് 2 സാധനങ്ങൾ ഉണ്ടാകാം. ഒന്ന് കൊളസ്ട്രോൾ തന്നെ നമുക്ക് സെക്രേറ്റ് ചെയ്യാം, 2 ബൈൽ ആസിഡ്സ് ഉണ്ട്. സോ ഈ വഴി ബൈൽ ആസിഡ്സ് ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് തടയുമ്പോൾ കൂടുതലായിട്ട് കൊളസ്ട്രോൾ നമ്മുടെ ഗോൾ ബ്ലാഡറിലേക്ക് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺസ് ഉണ്ടാക്കാം. ഗോൾ ബ്ലാഡർ പിത്താശയ സഞ്ചിയിൽ കല്ലുണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. സോ അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ ഇത് കൊടുക്കാതിരിക്കുക, ഇങ്ങനെ സാധ്യതയുള്ളവരിലും ഇത് ഒഴിവാക്കുക. മരുന്ന് കൊടുക്കുന്നവരിൽ ഇതൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രശ്നം. ഇനി റെസിൻസ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കോളിസിവാലം അങ്ങനെയൊക്കെയുള്ള റെസിൻസ് ഒക്കെ കൊടുക്കുമ്പോഴും അതിനും ഗോൾ സ്റ്റോൺസ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ഒരുമിച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, പ്രയാസം വർദ്ധിപ്പിക്കാം. ഇനി ജംഫൈബ്രോസിൽ എന്ന് പറയുന്ന മരുന്ന്, ജംഫൈബ്രോസിൽ ഇൻക്രീസ്ഡ് വാർഫാറിന്റെ ഫലം കൂടുതലാക്കും. വാർഫാർ നമുക്കറിയാം ബ്ലീഡിംഗ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മരുന്നാണ്. സോ അപ്പോൾ ഡ്രഗ് ഇന്ററാക്ഷൻ ആണ്, ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ആൻഡ് അപൂർവമായിട്ട് ഫൈബ്രേറ്റ്സ് ചില ആൾക്കാരിൽ നമ്മൾ പറഞ്ഞു HDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അപൂർവമായിട്ട് ചില ആൾക്കാരിൽ ഇത് താഴ്ത്താം എന്ന് പറയുന്നുണ്ട്. സോ FDA പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. HDL ലെവലിൽ ഇത് കുറയ്ക്കുന്നുണ്ടോ. സാധാരണ രീതിയിൽ കൂട്ടുകയാണ് ചെയ്യുക, പക്ഷെ ചിലരിൽ അപൂർവമായിട്ട്. ആൻഡ് ഇതേപോലെ തന്നെ അത്യപൂർവമായിട്ടുണ്ടാവുന്നതാണ് ഫെനോഫിബ്രേറ്റ്. ചില ആൾക്കാരിൽ പാങ്ക്രിയറ്റൈറ്റിസ് ഉണ്ടാക്കും. സാധാരണ പാങ്ക്രിയറ്റൈറ്റിസിനെതിരെ നമ്മൾ കൊടുക്കുന്ന മരുന്നാണ്. പക്ഷേ ഫെനോഫൈബ്രേറ്റ് ചിലപ്പോൾ പാങ്ക്രിയറ്റൈറ്റിസ് ചില ആൾക്കാരിൽ അപൂർവമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റാറ്റിൻസ് ഗുളിക ആയിരിക്കും ഏറ്റവും അധികം പ്രിസ്ക്രൈബ്ഡ്. കൊളസ്ട്രോളിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിൻസ് ആണ്. സോ അതിൻ്റെ കൂടെ എന്നോ ലിപ്പോ എന്നൊക്കെ കാണുമ്പോൾ മിക്കവാറും അതിൻ്റെ കൂടെ ട്രൈഗ്ലിസറൈഡ് എന്നുമായിട്ടുള്ള സംബന്ധിച്ച എന്തെങ്കിലുമൊക്കെ വാക്ക് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് ഒരു ഫൈബ്രേറ്റ്സ് കൂടിയുണ്ട് എന്നാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഫെനോഫിബ്രേറ്റ് ആണ് ഏറ്റവും അധികം ഉപയോഗിക്കുക. നമുക്ക് ലാസ്റ്റ് ക്ലോഫിബ്രേറ്റ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് കൂടി ഒന്ന് പറഞ്ഞു പോയേക്കാം. ക്ലോഫിബ്രേറ്റ് പരീക്ഷയിലൊക്കെ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം. ക്ലോഫിബ്രേറ്റ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. സോ ഇതിന് പല അഡീഷണൽ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ദിസ് ക്യാൻ ഇൻക്രീസ് SIADH, സിൻഡ്രോം ഓഫ് ഇനപ്രോപ്രിയേറ്റ് ADH കൂട്ടാനുള്ള അങ്ങനെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്.
ദെൻ ഗാൾ സ്റ്റോൺസിന്റെ സാധ്യത ഇതിന് കൂടുതലായിരുന്നു. ദെൻ മൂന്നാമത്തത് LDL കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ LDL വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമുക്ക് LDL കുറയ്ക്കേണ്ടതാണ് വേണ്ടത്, പക്ഷേ ഇത് LDL വർദ്ധിപ്പിക്കും. സോ അപ്പോൾ MI അങ്ങനെയൊക്കെയുള്ള റിസ്ക്, സ്ട്രോക്ക് റിസ്ക് ഒക്കെ കൂട്ടും. ദെൻ നാലാമത്തെ ഇതിന് ക്യാൻസർ സാധ്യതയും കൂടി പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ക്ലോഫിബ്രേറ്റ് ഫസ്റ്റ് ജനറേഷൻ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്തത്, പിൻവലിച്ചത്. സോ അപ്പോൾ നമുക്ക് ഒന്ന് പറയുകയാണെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയ അല്ലെങ്കിൽ ഹൈപ്പോലിപ്പീമിയയിൽ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ഫിബ്രേറ്റ്സ്. പ്രധാനമായിട്ടും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനാണ് ഉപയോഗിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫിബ്രേറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.